പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ സഹായിച്ചു. സ്തോത്രം. ഈ മാസം നമ്മുടെ ഈ സെമിസ്റ്റർ തീരുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. കാരുണ്യവാൻ നിത്യമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ബൈബിൾ സ്റ്റഡീസിൽ കർത്താവെ ഒരു ദിവസം കൂടി ഞങ്ങളെ കൂട്ടിവരുത്തതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവെ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തികൾ കർത്താവെ ഹല്ലേലൂയ തുടർച്ചയായിട്ട് പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുവാനും തക്കവാണ് കർത്താവെ ദൈവദാസൻ നീ നന്നായി ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. കർത്താവ് ഈ ക്ലാസ്സിൽ കൂടി വരിക്കുന്ന എല്ലാവരും കർത്താവെ ഹല്ലേലൂയ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ കർത്താവെ ഹല്ലേലൂയ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുവാൻ, അറിയുവാൻ, അത് അനുസരിച്ച് ജീവിപ്പാൻ തക്ക വേണം ഞങ്ങളെ ഒരുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാനുകൂടി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പാസ്റ്ററെ കർത്താവിന്റെ കരങ്ങൾ തരുന്നു. ഹല്ലേലൂയ. കർത്താവെ ഷാജി ദാനിയേൽ പാസ്റ്ററിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാവരെയും കർത്താവിനെ, പ്രത്യേകിച്ച് കർത്താവെ ഇസാക്ക് വൈസ് പാസ്റ്ററിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. ഇത് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് പ്രത്യേക അനുഗ്രഹത്തിൽ കാരണമായി തീർന്നേക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ. ആമേ. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അനുഗ്രഹിച്ച നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്ധ്യാസമയത്ത് എൻ്റെ സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു. പാസ്റ്റർ ഷാജി ദാനിയേൽ, പാസ്റ്റർ ലാലു ജേക്കബ്, അതുപോലെ സന്നിഹിതരായിരിക്കുന്ന മറ്റുള്ള എല്ലാ കർത്തദാസന്മാരെ, വിദ്യാർത്ഥികൾ, കുടുംബാംഗങ്ങൾ, നിങ്ങളെല്ലാവരും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഓഫ് യു ഇൻ ദ വണ്ടർഫുൾ നെയിം ഓഫ് ജീസസ്. അനേക മാസങ്ങൾ ഈ ക്ലാസ് പഠിപ്പിക്കുവാനും നിങ്ങളോട് ഒരുമിച്ച് ഇത് പഠിക്കുവാനും എനിക്ക് കർത്താവ് തന്ന ഈ കൃപയ്ക്കായിട്ട് ഞാനും കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവഹിതമെങ്കിൽ ഈ മാസത്തിൻ്റെ അവസാനത്തോടെ, ഈ മാർച്ച് മാസം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്ലാസ്സുകളും തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 ക്ലാസ്സോ 3 ക്ലാസ്സോ ഇന്നത്തെ കഴിഞ്ഞ് 2 ക്ലാസ്സോ അല്ലെങ്കിൽ 3 ക്ലാസ്സോ കൊണ്ട് നമ്മുടെ ഈ സെമസ്റ്ററിലെ പഠനം അവസാനിക്കുന്നതാണ്. അത് അപ്പോസ്തല പ്രവർത്തികളുടെ പകുതി ഭാഗങ്ങൾ നമ്മൾ അതിൽ കൂടി പഠിക്കും. ഈ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം സഭ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിൽ പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് മേലിൽ നിന്ന് ശക്തി ലഭിച്ച് നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമറിയയിലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ പ്രവചനം, കർത്താവിൻ്റെ ആ കമാൻഡ്മെൻറ്റ്, കമ്മീഷനും അതുപോലെ ആയിത്തീർന്നുവെന്ന് ലൂക്കോസ് നമുക്ക് എഴുതി കാണിച്ചിട്ടുണ്ട്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ ലോകത്തിൻ്റെ അറ്റത്തോളം പോകുന്ന ഒരു മിഷനറി ജേർണിയിലേക്ക് അന്ത്യോക്യ സഭയിൽ നിന്ന് പൗലോസും ബർന്നബാസും പോവുകയാണ്. അതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി പാർട്ട് 2 നമുക്ക് എപ്പോഴെങ്കിലും പഠിക്കാം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും മിഷനറി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അതിനുശേഷമുള്ള അധ്യായങ്ങൾ, 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ. ഇന്ന് രാത്രി നമ്മുടെ പഠനത്തിനായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. 12-ാം അധ്യായം. ഈ 12-ാം അധ്യായത്തിൽ മുഴുവൻ വാക്യങ്ങളും വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അഞ്ജു സിസ്റ്ററും സുജാ സിസ്റ്ററും അതിനെ സഹായിക്കുന്നതിൽ സന്തോഷമാണ്. നിങ്ങൾ ഇന്നിവിടെ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഇന്ന് അതുപോലെ തന്നെ
ഈ കംപ്ലീറ്റ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ മലയാളം സംസാരിക്കാം എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അതിലെ 5 കാര്യങ്ങളാണ് ലൂക്കോസ് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പഠനത്തിൻ്റെ പല സമയങ്ങളായിട്ട് പറഞ്ഞല്ലോ, ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ വിവരമാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ൽ അദ്ദേഹം രേഖപ്പെടുത്തിയതുപോലെ സഭ യെരുശലേമിൽ നിന്നും യഹൂദിയയിൽ നിന്നും ശമറിയയിൽ നിന്നും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി എന്ന് കാണിക്കുകയാണ് തൻ്റെ ഈ എഴുത്തിൻ്റെ ഒരു ഉദ്ദേശം. രണ്ടാമത് ഈ എഴുത്തിൻ്റെ ഉദ്ദേശം, സഭ വളരെ ചെറുതായിട്ട് 120 പേര് തുടങ്ങിയ സഭ പല അധ്യായങ്ങൾ നോക്കുമ്പോൾ മൾട്ടിറ്റ്യൂഡ് അനേകങ്ങൾ കർത്താവിലേക്ക് വന്നു എന്ന് താൻ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ലൂക്കോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വളരുന്ന ഒരു സഭ, വളരെ ശക്തിയോടെ വളരുന്ന ഒരു സഭ. മൂന്നാമത്തെ വിവരം അദ്ദേഹം നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്, ഈ കാലഘട്ടങ്ങളിലെല്ലാം വളരെയധികം പെർസിക്യൂഷൻ ഉണ്ടായിരുന്നു, ചിന്തിക്കാൻ വയ്യാത്ത രീതിയിലുള്ള പെർസിക്യൂഷൻ. എന്നാൽ ആ പീഡനത്തിൻ്റെ മധ്യത്തിലും സഭ വളർന്നുകൊണ്ടിരിക്കുന്നു, വളരും എന്നുള്ള ആ സത്യം ലോകത്തെ വിളിച്ച് കാണിക്കുകയാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ കൂടി ലൂക്കോസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മളിത് പഠിക്കുമ്പോഴും ആ പശ്ചാത്തലം നമ്മൾ മറന്നുപോകും. ഇതാണ് ലൂക്കോസിൻ്റെ പ്രധാനമായ ഉദ്ദേശങ്ങൾ. യേശു ക്രിസ്തു താൻ പരിശുദ്ധാത്മാവിൽ കൂടി സഭയെ വളരെ ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച ഓരോ അധ്യായങ്ങൾ കൂടി താൻ കാണിക്കുകയാണ്. ഈ 12-ാം അധ്യായവും അതിന് യാതൊരു വ്യത്യാസവുമില്ല, അതേ വിഷയങ്ങളാണ്. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാരെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള ഹേരോദ് രാജാവ് അപ്പോസ്തലന്മാരെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള വിഷയം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് യാക്കോബിനെ താനെ വാളുകൊണ്ട് കൊന്നു. അതിനുശേഷം പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. അത് പാസ്ഓവർ പെസഹയുടെ സമയമായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് തന്നെ ജനത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരാഴ്ച മുഴുവനും പത്രോസ് കാരാഗൃഹത്തിൽ ഇട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതാണ് ഒരു വിഷയം. 12-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ പീഡനം, അതിൻ്റെ വേറൊരു വിഷയം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സ്തെഫാനോസ് മൂലം അനേക വിശ്വാസികൾ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. എന്നാൽ ലീഡേഴ്സ്, അപ്പോസ്തലന്മാരായിട്ടുള്ളവരെ അവർ യെരുശലേമിൽ തന്നെ നിന്നു. അത് നോക്കിയപ്പോൾ ഇത് ഹേരോദിന് പറ്റിയൊരു സമയമായി, അപ്പോസ്തലന്മാരെ പിടിച്ച് പീഡനം ചെയ്യുവാൻ പറ്റിയൊരു സമയമായെന്ന് വിചാരിച്ച് താൻ തന്നെ കൈനീട്ടുകയാണ് ചെയ്തത്. അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം 12-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ ഹേരോദാവിൻ്റെയും ജനത്തിൻ്റെയും യഹൂദന്മാരുടെയും എല്ലാം ആഗ്രഹത്തിന് എതിരായിട്ട് ദൈവം അത്ഭുതകരമായിട്ട് പത്രോസിനെ വിടുവിക്കുന്നു. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന കേട്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ച് പത്രോസിനെ വിടുവിക്കുന്ന വലിയൊരു വിടുതലിൻ്റെ ദൈവശക്തിയുടെ വലിയൊരു പ്രകടനം നമുക്കവിടെ കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് 12-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത്ര മഹാനായിരിക്കുന്ന ഹേരോദാവിനെ വളരെ നിമിഷം കൊണ്ട് താൻ മരിക്കുകയാണ്. ക്രൂരമായ രീതിയിലുള്ള ഒരു മരണം, ലോകം മുഴുവൻ കണ്ടുകൊണ്ട് താൻ മരിക്കുന്ന ഒരു മരണം ലോകത്തോട് ലൂക്കോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ ഈ ലോകം എത്ര വലിയതായിരുന്നാലും, ഈ ലോകത്തിലെ നേതാക്കന്മാരെ, രാജാക്കന്മാരെ, പ്രസിഡന്റുമാരെ, മന്ത്രിമാരെ ഒക്കെയും എത്ര വലിയവരായിരുന്നാലും യേശുവാണ് രാജാവ്. പ്രൈസ് ദി ലോർഡ്. യേശുവാണ് രാജാവ്. അത് ഈ ഹേരോദാവിൻ്റെ മരണത്തിൽ കൂടി താൻ നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും നാലാമതായിട്ടുള്ള വിഷയം
അതിൻ്റെ 24 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലൂക്കോസ് വീണ്ടും എതിരിക്കുകയാണ്. ദൈവവചനം വളർന്ന് പെരുകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ മറക്കാത്തൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. താൻ മറക്കാത്തൊരു വിഷയം ഇതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ താൻ ഏറ്റവും ശക്തിയോടെ കാണിക്കുന്ന ഒരു കാര്യം. ദൈവവചനം വളർന്ന് പെരുകി. 25 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ കാര്യങ്ങളൊന്ന് നിർത്തിയിട്ട് പ്രൈസ് ദി ലോർഡ് വീണ്ടും ലൂക്കോസ് ശൗലിനെയും പിൽക്കാലത്ത് പൗലോസാകുന്ന ശൗലിനെയും ബർന്നബാസും അവർ തിരിച്ച് അന്ത്യോക്യയിൽ യെരൂശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് വന്നു എന്ന് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പിമ്പിൽ വലിയൊരു സംഭവമുണ്ട്. ഈ 2 പേരാണ് അടുത്ത അധ്യായം 13 അധ്യായം മുതൽ വായിക്കുമ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കത്തക്കവണ്ണം ഈ ലോകം മുഴുവനും സുവിശേഷവുമായിട്ട് പോയി ആ കർത്താവ് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞ ആ പ്രവചനം പൂർത്തീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ഘട്ടമായിട്ട് ഇതാ ബർന്നബാസിനെയും ശൗലിനെയും യെരൂശലേമിൽ നിന്ന് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു. അവരെ അന്ത്യോക്യ അവിടെ ക്ഷാമമുണ്ടായപ്പോൾ, ലോകം മുഴുവനും ക്ഷാമമുണ്ടായപ്പോൾ അന്ത്യോക്യ സഭ ഒരു ദാനം ഒരു പിരിവെടുത്ത് യെരൂശലേമിലുള്ള വിശുദ്ധന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി ശൗലിൻ്റെയും ബർന്നബാസിൻ്റെയും കയ്യിൽ കൊടുത്തയച്ചു. അവരുടെ മിനിസ്ട്രി തീർത്തതിന് ശേഷം ഇവർ വീണ്ടും അന്ത്യോക്യയിലേക്ക് തിരിച്ചു വന്നുവെന്ന് താൻ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ 5 കാര്യങ്ങൾ ഈ 12 അധ്യായത്തിൽ കൂടി ലൂക്കോസ് കാണിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ കൂടി എല്ലാം ലൂക്കോസ് ചൂണ്ടിക്കാണിക്കുന്നത് ജീസസ് ഈസ് ദ കിങ്. പ്രൈസ് ദ ലോർഡ്. അവിടെ ഹേരോദാവുണ്ട്, സീസറുണ്ട്, ഗവർണേഴ്സുണ്ട്, റോമൻ ഗവർണേഴ്സൊക്കെ ഉണ്ട്, ഫെലിക്സ് ഉണ്ട്, അഗ്രിപ്പ ഉണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ലൂക്കോസിന് നമ്മളോടും ദൈവസഭയോട് ചൂണ്ടിക്കാണിക്കാനുള്ള വിഷയം ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവരുടെയൊക്കെ പീഡനങ്ങളും ഇവരുടെയൊക്കെ പീഡനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം അപ്പുറമായിട്ട് യേശു രാജാവുമായിട്ട് വാഴുന്നു. അവനാണ് സകലതും നിയന്ത്രിക്കുന്നത്. അവനാണ് സകലത്വത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളത്. അവൻ അറിയാതെ ഒന്നും നടക്കത്തില്ല. അവൻ സമ്മതിക്കാതെ ഒന്നും നടക്കത്തില്ല. രാജാക്കന്മാരെ അവൻ്റെ കയ്യിൽ വരും നിസ്സാരമായ ജീവിതങ്ങളാണെന്ന് നമുക്ക് ഇവിടെ ഈ ലൂക്കോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ഇന്നത്തെ പഠനത്തിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ട് അതിനുവേണ്ടി ഇന്ന് നമുക്ക് അല്പസമയം ചിലവഴിക്കാൻ സമയം ഉള്ളതുപോലെ നമുക്ക് ഈ വിഷയങ്ങളെ പഠിക്കാം. അതുകൊണ്ട് ആദ്യമായിട്ട് പെർസിക്യൂഷൻ ഓഫ് അപ്പോസ്റ്റൽസ് 5 സിസ്റ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ 12 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെയും അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചിട്ട്, അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയിരുന്നു, അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. മതി. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആദ്യത്തെ നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞ 5 വിഷയങ്ങൾ. ആദ്യത്തെ വിഷയം പെർസിക്യൂഷൻ ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പോസ്റ്റലന്മാരുടെ പീഡനം. അതിൽ ഇവിടെ വായിക്കുമ്പോൾ ആ സമയത്ത് ഹെരോദാവ്, now about the time Herod the king stretched out his hand to harass some from the church, then he killed James, the brother of John. ഹെരോദാവ് രാജാവ് സഭയെ പീഡിപ്പിക്കുവാൻ കൈ നീട്ടി. അതിൻ്റെ ആരംഭമായിട്ട് താൻ യാക്കോബിനെ, അപ്പോസ്തലനായ യാക്കോബിനെ വാളുകൊണ്ട് താൻ കൊന്നു. അത് ആദ്യമായിട്ട് ഇവിടെ കാണിക്കുകയാണ്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് ഈ ഹെരോദാവ് എന്ന് ഒരു നിമിഷം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഈ സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയും വായിക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ ഹെരോദാവ് എന്നുള്ള ഈ വാക്ക് കാണും. അത് ഒരു വ്യക്തിയല്ല, പല വ്യക്തികളാണ്. അതാരാണെന്ന് ഇത് നമ്മളൊരു ബൈബിൾ പഠനമായതുകൊണ്ട് ആരാണെന്ന് പെട്ടെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കിയതിൽ നിന്ന് സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും കൂടെ നോക്കുമ്പോൾ
6 ഹേരോദാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ഹേരോദ രാജ്യത്വത്തിൻ്റെ ഹേറോദ് ഡൈനസ്റ്റി, ഹേരോദാവ് രാജാവിൻ്റെ ആ കുടുംബ ചരിത്രത്തിൽ നോക്കുമ്പോൾ 6 പേരെ നമുക്ക്, വേറെ പലരും ഉണ്ട്, ഇല്ല അനേകരുണ്ട്, എന്നാൽ പ്രധാനപ്പെട്ട 6 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. പുതിയ നിയമത്തിലും പ്രവൃത്തിയുടെ പുസ്തകത്തിലും ഹേരോദാവ് എന്ന പേര് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അതിലെ പ്രധാനപ്പെട്ട 6 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. എന്നാൽ ഒന്നാമത്തേത് ഹേറോദ് ദ ഗ്രേറ്റ്, മഹാനായ ഹേരോദാവ്, ഹേരോദാവ് ഒന്നാമൻ, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ഹേറഡ് ആൻറ്റിപ്പാസ്. ഹേരോദാവ് അന്തിപ്പാസ് എന്ന് പറയുന്നത് ഈ ഹേറഡ് ദ ഗ്രേറ്റ്, മഹാനായിരിക്കുന്ന ഹേറോദ് ഒന്നാമൻ്റെ മകനാണ് ഹേറഡ് ആൻറ്റിപ്പാസ്. അവരെക്കുറിച്ച് അല്പം കൂടെയൊക്കെ ഞാൻ ചില കാര്യങ്ങൾ പറയാം. എന്നാൽ തൽക്കാലം മൂന്നാമത്തെ ആൾ ഹേറഡ് അർക്കേലിയസ്. ഹേരോദാവ് അർക്കേലിയസ് എന്ന് പറയുന്നതും ഈ ഹേറോദ് ഗ്രേറ്റ് എന്ന് പറയുന്ന ആളിൻ്റെ മകനാണ്. ഇപ്പം തൻ്റെ 3 മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. ഹേറോദ് ആൻറ്റിപ്പസ്, ഹേറോദ് അർക്കേലിയസ്, മൂന്നാമത്തെ ആൾ ഹേറോദ് ഫിലിപ്പ്, അതും ഈ ഹേറോദിൻ്റെ മകനാണ്. ഹേരോദാവ് എന്ന് പറയുന്ന ഈ ഗ്രേറ്റ് ആളിൻ്റെ മകനാണ്. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ഹേറോദ് അഗ്രിപ്പ 1, അദ്ദേഹം ഈ ഹേറോദ് ദ ഗ്രേറ്റ് മഹാനായ ഈ ആദ്യത്തെ രാജാവിൻ്റെ ഗ്രാൻഡ്സൺ, കൊച്ചുമകനാണ് ഈ ഹേറോദ് അഗ്രിപ്പ 1 എന്ന് പറയുന്നത്. ഹേറോദ് അഗ്രിപ്പ 2, രണ്ടാമത് എന്ന് പറയുന്ന ആ അഗ്രിപ്പ രണ്ടാമൻ, അത് ഈ ഹേറോദ് അഗ്രിപ്പ ഒന്നാമൻ്റെ മകനാണ്. ഇതാണ് 6 ഈ രാജകീയ കുടുംബത്തിലെ അനേക ഹേരോദാക്കന്മാരുണ്ടെങ്കിലും അതിൽ 6 വ്യക്തികളുടെ കാര്യമാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് ഒരല്പം ബൈബിൾ റെഫറൻസ് നിങ്ങൾക്ക് തരാം. അപ്പം നിങ്ങൾക്കത് അല്പം കൂടെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഹേറോദ് ദ ഗ്രേറ്റ്, ഈ ഹേറോദ് ഗ്രേറ്റ് എന്ന് പറയുന്ന ആളാണ് യേശുക്രിസ്തു ജനിച്ച സമയത്ത് 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പോയി കൊല്ലുവാൻ കൽപ്പന കൊടുത്ത വ്യക്തിയാണ് ഈ ഹേറോദ് ദ ഗ്രേറ്റ്. ടു പുട്ട് ഓൾ ദ ചിൽഡ്രൻ, മെയിൽ ചിൽഡ്രൻ 2 years old and under. അത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ വിവരം കാണാൻ സാധിക്കും. അങ്ങനെ വലിയ ഒരു കൊലപാതകനായിരുന്നു ഈ ഹേറോദ് ദ ഗ്രേറ്റ്. തന്നെയല്ല, അദ്ദേഹം ഈ 2 വയസ്സിന് താഴെയുള്ള പിള്ളേരെ മാത്രമല്ല കൊന്നത്, പിന്നെയോ അദ്ദേഹത്തിൻ്റെ പല മക്കളെയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെയും, അദ്ദേഹത്തിന് അനേക ഭാര്യമാരുണ്ടായിരുന്നു, അനേകം മക്കളുണ്ടായിരുന്നു, അനേകരെ പുള്ളിക്കാരൻ കൊലപാതകം ചെയ്ത വലിയൊരു കൊലപാതകനായിരുന്നു ഹേറോദ് ഗ്രേറ്റ്. അതുപോലെ അതൊരു വശത്ത്, മറുവശത്ത് യഹൂദന്മാരുടെ ഏറ്റവും മാന്യമായിരിക്കുന്ന ടെമ്പിൾ, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലുണ്ടായിരുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന മാഗ്നിഫിസൻറ്റ് ടെമ്പിൾ, അത് ഈ ഹേരോദാവ് പണിയിപ്പിച്ചതാണ്. ആദ്യത്തെ ആ ടെമ്പിള് അതെല്ലാം ഇടിഞ്ഞു പോയി വല്ലാണ്ട് കിടന്നപ്പോൾ ഇദ്ദേഹം അത് വളരെയധികം വിപുലീകരിച്ച് വളരെ ഒരു മാഗ്നിഫിസൻറ്റ് സ്ട്രക്ചറായിട്ട് അതിനെ മാറ്റി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ചരിത്രം പറയുന്നത് അദ്ദേഹം വലിയൊരു മാരകമായ ഒരു രോഗം പിടിച്ച്, ഈ കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നതിന് ശേഷമായിട്ട് താൻ വളരെ മാരകമായ ഒരു രോഗം പിടിച്ച് മരിച്ചു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാജ്യം, അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന രാജ്യം തൻ്റെ 3 മക്കൾക്ക്, അർക്കേലിയോസ്, ഫിലിപ്പ്, ആൻറ്റിപ്പാസ്, ഈ 3 പേരുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ആ 3 മക്കൾക്ക് അത് വിഭാഗിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. താനല്ല, ദ റോമൻ ഗവർണർ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്ന കാര്യങ്ങൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഹേരോദാവിൻ്റെ ഒരു മകൻ്റെ കാര്യം നമ്മൾ 3 മക്കളുടെ കാര്യം പറഞ്ഞു. ഹേറോദ് ആൻറ്റിപ്പസ്, ഹേറോദ് ആർക്കേലിയസ് ആൻഡ് ഹേറോദ് ഫിലിപ്പ്. ഇനി ഞാൻ ഹേറോദ് ആൻറ്റിപ്പാസിനെ അല്പം പരിചയപ്പെടുത്തി തരാം. ഈ ഹേറോദ് ഗ്രേറ്റ്, ആദ്യമേ പറഞ്ഞ ഈ ഹേറോദിൻ്റെ ഒരു മകനാണ് ഇദ്ദേഹം. ഹി വാസ് റെഫേർഡ് ടു അസ് ആസ് ദ ഹേറോദ് ആൻറ്റിപ്പാസ്. എന്നാൽ ഇദ്ദേഹത്തിന് ഈ ഹേറോദ് അന്തിപ്പാസ് ആണ് സ്നാപക യോഹന്നാനെ
തന്നെ വാളുകൊണ്ട് കൊന്നത്. ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതേ അന്തിപ്പാസാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് തൻ്റെ മുമ്പിൽ പീലാത്തോസ് അയച്ചത് ഈ ഹേരോദിൻ്റെ മുമ്പിലാണ്. ഹീ ഈസ് ദ വൺ ജീസസ് വാസ് സെൻറ്റ് ഡ്യൂറിങ് ഹിസ് ട്രയൽ ബിഫോർ ദ ക്രൂസിഫിക്കേഷൻ. അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യേശുവിനെ കണ്ടതിൽ അദ്ദേഹം വളരെ സന്തോഷിച്ചു. കാരണം യേശുവിനെ കുറിച്ച് വളരെ കാര്യങ്ങൾ കേട്ടിരുന്നുവെങ്കിലും തന്നെ മുഖാമുഖമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. താൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നൊക്കെ വിചാരിച്ച് തന്നെ കാണുവാൻ താൻ കാംക്ഷയോടെ ഇരുന്നു. അവസാനം വന്ന് തന്നെ പരിഹസിച്ച് മർദ്ദിച്ച് ക്രൂശിക്കുന്നതിന് വേണ്ടി പിലാത്തോസിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വിട്ടു. ആ ഹേരോദാവാണ് ഈ ഹേരോദ് ആൻറ്റിപ്പാസ്, ആദ്യത്തെ ഹേരോദാവിൻ്റെ മകൻ. നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഞാൻ ഇവിടെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിക്കാനുള്ള സമയമില്ല. അടുത്തത് അതുപോലെ ഹേരോഡ് അർക്കേലേസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാം. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞിട്ട് മിസ്രയീമിലേക്ക് പോകാൻ ദൈവകൽപ്പന പ്രകാരം ദൂതൻ പറഞ്ഞതനുസരിച്ച് താൻ പോയി. തിരിച്ചു വന്നപ്പോൾ താൻ അവിടെ യെരുസലേമിൽ വരാതെ, ബേത്ലഹേം ഏരിയയിൽ വരാതെ എന്തുകൊണ്ട് നാസറത്തിൽ പോയതിൻ്റെ കാരണം അർക്കേലേസ് അവിടെ ഭരിച്ചിരുന്നു. താൻ അപ്പനെ പോലെ തന്നെ വളരെ ക്രൂരമായൊരു വ്യക്തി ആയതുകൊണ്ട് അങ്ങോട്ട് വരാതെ താൻ പോയി. ഇനി നമുക്ക് ഹേരോദ് അഗ്രിപ്പ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് അല്പമായിട്ട് സംസാരിക്കാം. ഈ ഹേരോദ് അഗ്രിപ്പ ഒന്നാമൻ ആണ് ഇപ്പോൾ നമ്മൾ വായിച്ച് ഈ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന ആ മനുഷ്യനാണ് ഈ ഹേരോദ് അഗ്രിപ്പ. ഈ ഹേരോദ് അഗ്രിപ്പ ഒന്നാമന് 2 പെൺകുട്ടികളുണ്ടായിരുന്നു, രാജകുമാരികൾ. അവരുടെ 2 പേരുടെയും പേര് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. ഒരാളുടെ പേര് ഡ്രൂസില്ല, അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായത്തിൽ ആ പേരുണ്ട്. രണ്ടാമത്തെ ആളിൻ്റെ പേര് ബർണിസ്, അപ്പോസ്തല പ്രവൃത്തി 25-ാം അധ്യായത്തിൽ ആ ആളിൻ്റെ പേരുണ്ട്. ഇദ്ദേഹമാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ മാരകമായ ക്രൂരമായ രീതിയിൽ താനും മരിച്ചു. അതാണ് അഗ്രിപ്പ 1. അപ്പോൾ യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുകയും ക്രൂരമായ രീതിയിൽ മരിക്കുകയും ചെയ്ത ഒരു രാജകീയ ഹേരോദാവാണ് ഹേരോദ് അഗ്രിപ്പ 1. ഇനിയും നമുക്കൊന്നുകൂടെ ഒരാളെ കൂടെ പറഞ്ഞു നമ്മുടെ ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഹേരോദ് അഗ്രിപ്പ 2. ഈ ഹേരോദ് അഗ്രിപ്പ 2 രണ്ടാമനായിരിക്കുന്ന ആളിനെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 25-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും 26-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് താൻ കാരാഗ്രഹത്തിൽ കിടന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ റോമൻ അധികാരികളെ ഫെലിക്സും ഫെസ്റ്റസും ഒക്കെ വന്ന് തന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ അഗ്രിപ്പ 2 രണ്ടാമനായ അഗ്രിപ്പായും തൻ്റെ ഭാര്യയും കൂടെ വന്ന സമയത്ത് അവിടെ താൻ പൗലോസിൻ്റെ പ്രഭാഷണം കേട്ടു. അങ്ങനെ പൗലോസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ആ പ്രവചനം, നീ എൻ്റെ സുവിശേഷം ജാതികളുടെ ഇടയിലും രാജാക്കന്മാരുടെ മധ്യയും നീ സംസാരിക്കുമെന്നുള്ള പറഞ്ഞ പ്രകാരം ആ പ്രവചനം ഇവിടെ പൂർത്തിയായി. ഈ അഗ്രിപ്പായ്ക്കൊക്കെയും സുവിശേഷം കേൾക്കുവാൻ, പൗലോസ് പറഞ്ഞ ദൈവവചനം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു റെക്കമെൻഡേഷനും കൂടെ കൂടിയാണ് അപ്പോസ്തലനായ പൗലോസിനെ യെരുശലേമിൽ കുറ്റാരോപണം ചെയ്യുന്നതിന് പകരം റോമിലേക്ക് വിടാനും കൂടെ അവിടെ താനും കൂടെയാണ് റെക്കമെൻഡ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് റോമൻ എംപററിന് പോലും സുവിശേഷം കേൾക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കർത്താവിൻ്റെ പ്രവചനം സകലതും രാജാക്കന്മാരെ മുഴുവൻ മേലധികാരികൾ എല്ലാവർക്കും മുമ്പിൽ ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ, ഈ സുവിശേഷവുമായിട്ട് നിൽക്കുവാനാണ് പൗലോസേ നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ പ്രവചനം ഇവിടെ നിവർത്തീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആണ് ഞാൻ ആദ്യത്തെ സ്ലൈഡിലേക്ക് ഒന്നുകൂടെ പോകാം. നിങ്ങൾക്ക് ഒരു അറിവ് ഒന്നുകൂടെ
ഒന്ന് പുതുക്കുവാൻ വേണ്ടി. അപ്പം എത്ര ഹേരോദാവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ 6 പേര്. ഒന്നാമത്തേത് ഹേറോദ് ദ ഗ്രേറ്റ്, അത് ഹേറോദ് ഒന്നാമൻ, മഹാനായ ഹേരോദാവ് എന്ന് നമ്മൾ പറയപ്പെടുന്ന വ്യക്തി. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മകൻ ഹേരോദാവ് അന്തിപ്പാസ്. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞല്ലോ സ്നാപക യോഹന്നാനെ കൊല്ലുകയും അതുപോലെ തന്നെ കർത്താവിൻ്റെ ട്രയലിൽ താനാണ് ആ പങ്കാളിയായി തീർന്ന ആ ഹേരോദാവാണ് ഈ ഹേരോദാവ് അന്തിപ്പാസ്. പിന്നീട് നമ്മൾ ഹേരോദ് അർക്കേലായിസ്, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹമാണ് അവിടെ വളരെ ക്രൂരമായ രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നുകൊണ്ട് യേശു ജോസേപ്പും മാതാവും യേശു ക്രിസ്തുവിനെ അവിടെ കൊണ്ടുവരാതെ അവിടെ നാസറത്തിൽ പോയി താമസിച്ചു. ഗലീലായിലെ നാസറത്തിലേക്ക് പോയി താമസിച്ചു. അങ്ങനെ ആ പ്രവചനവും പൂർത്തിയായി. അവനെ നാസറൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള പ്രവചനം പൂർത്തിയാകാൻ അങ്ങനെ ഇടയായിത്തീർന്നു. അതാണ് ആർക്കേലഗസ്. ഹേറോദ് ദ ഫിലിപ്പ് ഇദ്ദേഹത്തിൻ്റെ മകനാണ്. വേറൊരു മകനാണ്. പിന്നെ ഹേറോദ് അഗ്രിപ്പ 1 ആണ് അപ്പോസ്തലനായ യാക്കോബിനെ കൊലപ്പെടുത്തിയത്. താൻ ക്രൂരമായ രീതിയിൽ മരിച്ചു. ഹേറോദ് അഗ്രിപ്പ 2 എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ മകനാണ്. അഗ്രിപ്പ 1 മകനാണ്. താനാണ് പൗലോസിൻ്റെ സുവിശേഷം കേൾക്കുവാനും നീ എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്ന് വരെ പറയത്തക്ക രീതിയിൽ താനത് കേൾക്കുകയും പൗലോസിൻ്റെ ആ ട്രയല് ഇവിടെ യെരുശലേമിൽ വേണ്ട, അത് സീസറിന് മുമ്പിൽ റോമിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് അന്നത്തെ ഗവർണറോട് റെക്കമെൻഡ് ചെയ്യുകയും അങ്ങനെ കർത്താവിൻ്റെ ആ പ്രവചനങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഒരു കാരണമായി തീർന്ന ഒരു വ്യക്തിയും കൂടാണ് അഗ്രിപ്പ 2. ഇതാണ് ഹേരോദാവ് എന്നുള്ള ചില വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തികളിലും വായിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇതാരാണ്, ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ വിഷയം എന്തായിരുന്നു? ആദ്യത്തെ വിഷയം ദ പെർസിക്യൂഷൻ ഓഫ്, ഞാൻ ഒന്നുകൂടെ കാണിക്കാമത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ 5 വിഷയങ്ങളിൽ ആദ്യത്തെ വിഷയം അപ്പോസ്തലന്മാരുടെ പീഡനം. അതാണ് 4 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. ഇനിയും ആ പീഡനത്തിൽ ആദ്യത്തെ പീഡനം ആരെ ആയിരുന്നു എന്നുള്ള ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. ഇവിടെ പീഡിപ്പിച്ചത് യാക്കോബിനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ പിന്നെ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയും അതിൻ്റെ 39 വാക്യങ്ങൾ വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ സമയമില്ല. ഞാൻ എൻ്റെ പശ്ചാത്തലം പറഞ്ഞുതരാം. നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ, സെബദി പുത്രന്മാർ ഈ യാക്കോബും യോഹന്നാനും അവരെ സെബദിയുടെ 2 മക്കളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ തണ്ടേഴ്സ്, ദ സൺസ് ഓഫ് തണ്ടേഴ്സ്, 17-ാം വാക്യം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വായിക്കുമ്പം അവരുടെ പേര് കർത്താവ് അവരെ വിളിച്ചത് സൺസ് ഓഫ് തണ്ടേഴ്സ്. ബ്രദർ ജെയിംസ്, ജോൺ ആൻഡ് ജെയിംസ്, സൺസ് ഓഫ് തണ്ടർ. ഇതാണ് കർത്താവ് അവരെ പേര് വിളിച്ചത്. ഇവരുടെ മാതാവാണ് കർത്താവിനോട് വന്ന് പറഞ്ഞത്, നീ വീണ്ടും വരുമ്പോൾ, നീ രാജാവായിട്ട് വരുമ്പോൾ ഇവർ രണ്ടുപേരും നിൻ്റെ വലത്തും ഇടത്തും ഇരിക്കാൻ നീ അവർക്ക് സാഹചര്യം കൊടുക്കണമേ എന്നുള്ള അപേക്ഷയുമായിട്ട് വന്ന അവരിൽ ഒരാളാണ് ഈ യാക്കോബ്. ആ സമയത്ത് കർത്താവ് ഒരു പ്രത്യേക കാര്യം അവരോട് ചോദിച്ചു. അത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. സുജാ സിസ്റ്റർ വായിച്ചായിട്ട് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. സെബദിയുടെ മക്കളായ സുജാ സിസ്റ്റർ വായിക്കുന്നതിനെ തോന്നുന്നു. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ നിന്റെ ഇടത്തും ഇരിപ്പാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല,
ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. മതി സിസ്റ്റർ, താങ്ക് യു. ഇവിടെ ഞാനൊരു പശ്ചാത്തലം ഒരുക്കുകയാണ്. ഇവിടെ ഹേരോദാവ്, അഗ്രിപ്പ ഈ യാക്കോബിനെ കൊന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് നമ്മൾ കേൾക്കുമ്പോൾ, ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവേ, യാക്കോബ് ഇങ്ങനെ കൊല്ലപ്പെട്ടു പോയി, പീറ്ററിനെ നീ വിടുവിച്ചു, ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈ യാക്കോബിന് പറ്റി? അല്ലെങ്കിൽ ഇതാ ഈ ക്രൂരനായ രാജാവിൻ്റെ കയ്യിൽ ഈ വലിയവനായ അപ്പോസ്തലൻ അകപ്പെട്ടു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഒരു ചിന്താകുലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം അറിയിക്കുന്നത്. യാക്കോബിൻ്റെ മരണം അത് ഈ ഹേരോദാവ് രാജാവ്, അഗ്രിപ്പ രാജാവിൻ്റെ കയ്യിൽ കൂടെ നടന്നെങ്കിലും അതിന് കാരണമായിരിക്കുന്നതോ അതിൻ്റെ അധികാരം കൊടുത്തതോ ഈ രാജാവിൻ്റെ കാര്യത്തിലല്ല. ഈ അന്നത്തെ പ്രോഫസി, കർത്താവ് അവനോട് ഇവിടെ നീ എൻ്റെ വലത്തും ഇടത്തും ഇരിക്കണമെന്ന് പറഞ്ഞ് ഇവർ വന്നപ്പോൾ അവരോട് ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിനക്ക് കുടിക്കാമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം നിനക്ക് കേൾക്കാമോ? ആ സ്നാനം എന്ന് പറയുന്നത് തൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് യാക്കോബ് പറഞ്ഞു, നീ കുടിക്കുന്ന പാനപാത്രം ഞാൻ കുടിക്കുകയും നീ ഏൽക്കുന്ന സ്നാനം ഏൽക്കാനും ഞാനും തയ്യാറാ എന്ന് പറഞ്ഞാൽ നീ മരിക്കുന്നത് പോലെ ഞാനും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, യു ആർ റൈറ്റ്, യു വിൽ ഇൻഡീഡ് ഡ്രിങ്ക് ദ കപ്പ് ഐ ഡ്രിങ്ക് ആൻഡ് വിത്ത് ദ ബാപ്റ്റിസം ഐ ആം ബാപ്റ്റൈസ്ഡ് വിത്ത് യു ബാപ്റ്റൈസ്ഡ്. നീ തീർച്ചയായിട്ടും അത് നീ പറഞ്ഞതുപോലെ തന്നെ യാക്കോബേ, ഞാൻ മരിക്കുന്നത് പോലെ നീ മരിക്കും എന്ന് നീ തന്നെ പറഞ്ഞതുപോലെ അത് സംഭവിക്കും. ഇൻഡീഡ് യു വിൽ ഡ്രിങ്ക് ഇറ്റ്. ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും നോക്കുമ്പോൾ അതെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വരികയും യേശുക്രിസ്തുവിനെ നാമമഹത്വത്തിനായിട്ടാണെന്നുള്ള വിവരം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ യാക്കോബിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ സ്വർഗത്തിൽ നമുക്ക് പോയി യാക്കോബിനെ കണ്ട് ചോദിക്കുകയാണെങ്കിൽ, യാക്കോബെ നിനക്കിതിനകത്ത് മനപ്രയാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ അപ്പോസ്തലൻ പറയാൻ പോകുന്ന ഇതേ മറുപടിയാണ്, ഞാൻ യേശുവിനോട് കൂടി ആ പാനപാത്രം കുടിക്കാനും ആ സ്നാനമേക്കുവാനും ഞാൻ തയ്യാറാണ്. ഏത് സമയത്തും ഞാൻ തയ്യാറായതുകൊണ്ട് അതെനിക്കൊരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. ഞാൻ അങ്ങനെ മരിക്കാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ എൻ്റെ പ്രാണനായകനായ യേശുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഫോർ മീ വെദർ ഐ ലീവ് ഓർ ഡൈ ഇറ്റ് ഈസ് ഫോർ ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്. ഞാൻ മരിക്കുകയോ ജീവിക്കുകയോ ചെയ്താൽ എന്തായിരുന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഏതായിരുന്നാലും ജീവിച്ചാൽ ദാറ്റ് ഈസ് ഫോർ ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി. മരിച്ചാലും ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി. അതാണ് ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം നമുക്ക് വേണ്ടി ഉള്ളവരല്ല, നമ്മൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് നമ്മുടെ വിലയ്ക്ക് വാങ്ങി നാം അവൻ്റെ അവകാശമാണ്. അതുകൊണ്ട് അവൻ്റെ ആഗ്രഹം നമ്മളിൽ പൂർത്തീകരിക്കുന്നത് നമുക്കും സന്തോഷമാകണം. അത് ആ സ്വർഗരാജ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമാകണം. ഞാനൊരു ഉദാഹരണം പറയാം. ഈ യോഹന്നാൻ കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രാവകനായ യോഹന്നാൻ്റെ കാര്യം ഞാൻ പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു അനേകരെ രക്ഷിക്കുകയും വിടുവിക്കുകയും മരണത്തിൽ നിന്ന് വിടുവിക്കുകയൊക്കെയും ചെയ്തെങ്കിലും യോഹന്നാനെ അവിടെ താൻ വിടുവിച്ചില്ല. ഈ ഭാഗം വായിച്ചപ്പോൾ പല പ്രാവശ്യം എനിക്കും ഒരു ചിന്താകുലമുണ്ടായി. അയ്യോ കർത്താവേ, നിനക്ക് ഒരു വാക്ക് സംസാരിച്ചായിരുന്നെങ്കിൽ യോഹന്നാൻ ഇങ്ങനെ കൊലപ്പെട്ടു പോകത്തില്ലായിരുന്നല്ലോ. എന്നാൽ പിന്നീട് ആ സ്തേഫാനോസിൻ്റെ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, അവിടെ യോഹന്നാൻ തൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. ആസ് ജോൺ വാസ് ഫിനിഷിങ് ഹിസ് വർക്ക്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യോഹന്നാൻ്റെ പ്രവർത്തനം പൂർത്തിയായതിന് ശേഷമാണ് അവൻ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യാക്കോബിൻ്റെ ഈ ലോകത്തോടുള്ള വേർപാടിന് മുമ്പ് തന്നെ വിളിച്ച യേശു ക്രിസ്തുവിൻ്റെ വിളിയുടെ പ്രവർത്തനം സമ്പൂർണമായിട്ട്
താൻ തീർത്തതിന് ശേഷമാണ് താൻ പോയത്. ഹല്ലേലൂയ. അതുകൊണ്ട് ചില വ്യക്തികൾ അവർ നേരത്തെ മരിക്കുകയോ അവരുടെ ജീവിതം ഒരു പ്രത്യേക രീതിയിൽ പോവുകയോ ചെയ്യുന്നതിൽ നമുക്ക് പ്രയാസമുണ്ടാവുമെങ്കിലും ഈ വാക്കുകൾ നമ്മളെ ശക്തീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവഹിതമാണ് അവരുടെ ജീവിതത്തിൽ നടന്നത്. രണ്ടുപേരും അവരുടെ പ്രവർത്തികളെ പൂർത്തീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മളോട് ചോദിക്കുള്ള ചോദ്യം, നമ്മളൊരു പക്ഷേ 70 വയസ്സോ 80 വയസ്സോ 90 വയസ്സോ ഒക്കെ ജീവിച്ചിരുന്നാലും നമ്മളെ ഏൽപ്പിച്ച പ്രവൃത്തി പൂർത്തീകരിച്ചില്ലെങ്കിൽ നമ്മുടെ മരണം ഈ മരണത്തിൻ്റെ അത്രയും നല്ലൊരു മരണമല്ല എന്ന് എനിക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളെന്നെ കേൾക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വിഷയം, ഹൂ ഈസ് ഇൻ കൺട്രോൾ? ഇവിടെ ആരാണ് ഇതിൻ്റെ എല്ലാം അധികാരിയായിട്ടുള്ളത്? ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ കൺട്രോൾ. ആ കർത്താവിൻ്റെ വചനപ്രകാരമാണ് ഇവിടെ യാക്കോബ് ഇവിടെ ഒരു വാളുകൊണ്ട് മരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് അനേകർ നമുക്കറിയാവുന്നവർ അവരുടെ ജീവിതത്തിൽ വളരെ മുമ്പേ പോയിട്ടുള്ളവരുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ വളരെ ഒരു സുഹൃത്താണ് പാസ്റ്റർ സജി മാത്യു. ഉത്തരേന്ത്യയിലെ 17ാമത്തെ വയസ്സിൽ ചെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സോളം ഉണ്ട്. അനേക വർഷങ്ങൾ അവിടെ താമസിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം താൻ സഹിച്ച് ഇപ്പോൾ 1000-ൽ പല സഭകളുടെ വർക്കുകളെല്ലാം ഉണ്ട്. എന്നാൽ 5 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനറ്റ് കോവിഡ് വന്ന് മരിച്ചു. ഞങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്നാൽ അതിനുശേഷം ഞങ്ങൾക്കെല്ലാം പറയാൻ സാധിച്ചത്, ജാനറ്റ് അവരുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഉത്തരേന്ത്യയിൽ പോയി അവിടെയുള്ള അനേകായിരം സ്ത്രീകൾക്ക് ഒരു മാതൃകയായിട്ട് ജീവിച്ച് അവരുടെ ജീവിതത്തെ ഒരു സന്തോഷകരമാക്കി മാറ്റി അവർക്ക് അവരുടെ ജീവിതത്തെ വിജയകരമായി കൊണ്ടുപോകുവാൻ ക്രിസ്തുവിലെ വിജയത്തോടെ ഈ ഭൗതിക ലോകത്തിലെ പല കാര്യങ്ങളും പഠിപ്പിക്കുവാനും ആ പ്രിയപ്പെട്ടവർക്ക് സാധിച്ച അനേകായിരം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിതത്തിൽ ഒരു വലിയ ഒരു വ്യതിയാനമുണ്ടാക്കാൻ കർത്താവ് അവളെ സഹായിച്ചു. ശരിയാണ്, 60 വയസ്സിന് മുമ്പേ അവളുടെ ജീവിതം എടുക്കപ്പെട്ടു പോയെങ്കിലും തൻ്റെ യാത്ര ഓടി അത് തികയ്ക്കുവാൻ സാധിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഞാൻ നിങ്ങളും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, നമ്മുടെ യാത്ര ഓടുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നോ? അതിനുവേണ്ടി ഉള്ള കൃപയും അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളും ഇന്ന് രാത്രി ഒരുക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും നമ്മുടെ രണ്ടാമത്തെ വിഷയം നമ്മൾ ഹേരോദാവ് ആരാണെന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ വിഷയം നമ്മൾ അപ്പോസ്തലനായ യാക്കോബ്, ആദ്യത്തെ അപ്പോസ്തലൻ, താൻ ഒരു മാർട്ടിയറായിട്ട് തീർന്ന ആദ്യത്തെ അപ്പോസ്തലനാണ് അപ്പോസ്തലനായ യാക്കോബ്. ഇനി നമ്മൾ വരുമ്പോൾ അന്നുണ്ടായിരുന്ന അപ്പോസ്തലന്മാരിൽ ഏറ്റവും തലവനായിരുന്നവനാണ് പത്രോസ്. ആ പത്രോസിനെ പിടിച്ച് ഈ രാജാവ് അഗ്രിപ്പ ആ കാരാഗ്രഹത്തിലിട്ടു. ദൈവമക്കളെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് വലിയ ഒരു സന്തോഷമായി എന്ന് കണ്ടാണ് ഈ പത്രോസിനെ പിടിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നില്ല എന്ന് വിചാരിച്ചത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈ ഹേരോദാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ സ്ഥാനവും അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവരെ പറയുന്ന പ്രൈസും, ഈ രണ്ട് കാര്യമാണ് അദ്ദേഹത്തിന് വേണ്ടി വളരെ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ മറ്റു മനുഷ്യരെ കൊല്ലുന്നതിൽ പോലും അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. മറ്റുള്ളവർക്ക് തനിക്കൊരു മാനവും തനിക്കൊരു പൊസിഷനും തനിക്കൊരു സ്ഥാനവും തനിക്കൊരു അധികാരവും ഒക്കെയും കിട്ടിയെന്ന് മറ്റുള്ളവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ മാരകമായ കൃത്യം അദ്ദേഹം ചെയ്തത്. അതിന് ഉള്ള ബന്ധത്തിലാണ് പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയത്. ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ വലിയ സ്ട്രിക്റ്റായിട്ടുള്ള അതിൻ്റെ അകത്ത് 4 സ്ക്വാഡ്സ് ഓഫ് സോൾജേഴ്സ്, 4 പേരുള്ള 4 കൂട്ടങ്ങളെ നിർത്തി അതുപോലെ കാവൽ ചെയ്ത്. കാരണം എനിക്കറിയാം, ഒരു പക്ഷേ ഞങ്ങൾ ഈ രാജാവ് കേട്ട് കാണും ഈ പത്രോസൊക്കെ വളരെ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് എന്ന്.
അങ്ങനെ അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പത്രോസ് അങ്ങനെ ഈ 4 കൂട്ടം ഈ പടയാളികളുടെ മധ്യത്തിൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് തന്നെ ഉണർത്തി. ആ ആ ആദ്യത്തെ വാതിലും രണ്ടാമത്തെ വാതിലും എല്ലാം തുറന്ന്, ആ ഇരുമ്പ് വാതിലും തന്നെത്താനെ തുറന്നു വന്ന് വായിക്കുന്നു. അങ്ങനെ തന്നെ ഒരു കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോയതിന് ശേഷം ദൂതൻ തന്നെ വിട്ടപ്പോഴാണ് തനിക്ക് മനസ്സിലാകുന്നത്, ഇത് ഹേരോദാവിൻ്റെയും യഹൂദാജനത്തിൻ്റെയും ആഗ്രഹത്തിനെതിരായിട്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ച് എന്നെ വിടുവിച്ചുവെന്ന് തനിക്ക് മനസ്സിലായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ട അവസരങ്ങൾ ഒന്നാണ്, the church was fervently praying to God for Peter's release. സഭ സത്യയോട് ഒരാഴ്ചയായി പാസ് ഓവർ വീക്ക് ആയതുകൊണ്ട് ഒരാഴ്ച താൻ കാരാഗ്രഹത്തിലാണ്. ആ ആഴ്ചകൾ മുഴുവനും ഈ സഭ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. വെറും നമ്മുടെ ഒരു സാധാരണ പ്രാർത്ഥനയല്ല. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രയർ ദാറ്റ് വാസ് ഇൻ ആംഗ്വിഷ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗെത്സമന തോട്ടത്തിലുള്ള ആ പ്രാർത്ഥനയോടെയാണ്, അതേ ചില വാക്കുകളാണ് ഇവിടെ ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൃദയം തുറന്ന്, ഹൃദയം പൊട്ടി, ഹൃദയത്തിൻ്റെ ആവലാതിയോടെ ദൈവത്തിൽ വിശ്വസിച്ച്, കർത്താവേ, ഞങ്ങളുടെ അപ്പോസ്തലനെ, ഞങ്ങളുടെ പാസ്റ്ററെ നിനക്ക് ഇറക്കി വിടുവാൻ സാധിക്കും, നിൻ്റെ കരം നീട്ടണമെന്നുള്ള ആ കണ്ണുനീരോടെ ജനം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടു. ഒരു കാര്യം ഓർക്കണം, ഒരു സ്ഥലത്ത് അപ്പോസ്തലൻ മരിച്ചു, അതുകൊണ്ട് ഇനിയും ഇതും പോകുമെന്ന് അവർ പ്രയാസപ്പെട്ടല്ല. പിന്നെയോ അവർ കർത്താവിൽ വിശ്വസിച്ചു. ഗാഡ് വിൽ ഡെലിവർ അവർ അപ്പോസ്റ്റൽ. ആ ഒരു വിശ്വാസത്തോടെ അവരെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ മധ്യത്തിലാണ് ഈ സൂപ്പർ നാച്ചുറൽ അത്ഭുതം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ചിന്തിക്കണം, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. കാരാഗ്രഹത്തിൻ്റെ മധ്യത്തിൽ ഒരു ദൂതൻ വന്ന് അവിടെ ഉള്ള സകല പടയാളികളും അവർ ഉറക്കം പോലെ ഇരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ നിന്ന് ഈ ചങ്ങലകളെല്ലാം വീണിട്ട് സ്വതന്ത്രനായിട്ട് ഓരോ വാതിലുകളും തുറന്ന് അവസാനത്തെ ഇരുമ്പ് വാതിലും തന്നെ വെളിയിൽ കൊണ്ടുവന്ന ദൈവശക്തിക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എങ്ങനെ ദൈവം വിടുവിക്കുമെന്ന് നമ്മൾ വിചാരപ്പെട്ട് ഭാരപ്പെടേണ്ട. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. അവർ ഗാഡ് ഈസ് ആൻ ഒമിനിപൊട്ടന്റ് ഗാഡ്. ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഏതിനെയും മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ്. ഇവനെ വിടുവിച്ച് വെളിയിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. താൻ അവിടെ വന്ന് ആ വീട്ടിൻ്റെ വാതിൽക്കൽ വന്ന് കൊട്ടിയപ്പോൾ, ഗേറ്റിൽ വന്ന് കൊട്ടിയപ്പോൾ അവരെ വാതിൽ തുറന്നില്ല. ആ പെൺകുട്ടി ഓടിച്ചെന്ന് പറഞ്ഞു, ഇതാ പത്രോസ് ഇവിടെ വാതിൽക്കലുണ്ട്. അവർക്ക് വിശ്വസിച്ചില്ല. വീണ്ടും ഞാൻ കൊട്ടി. പിന്നെ അവസാനമാണ് അവർക്ക് മനസ്സിലായത്. ഈ സമയത്ത് ഒരു കാര്യം നമ്മൾ ഓർപ്പിക്കാം. അവർ പോലും ഒരു ഹൃദയത്തിൽ വളരെ ആവലാതിയോടെ പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ആ ഗേറ്റിൽ വന്നപ്പോൾ അതവർക്ക് സ്വീകരിക്കുവാൻ തന്നെ ഒരു പ്രയാസമുണ്ടായി. അതുപോലെയുള്ള സാഹചര്യമായിരുന്നു. എന്നാൽ കർത്താവ് വിടുവിച്ച് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എനിക്ക് ഒരു വാക്യം നിങ്ങളോട് പറയാനുണ്ട്, പ്രൊഫറ്റിക് വേർഡ്. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ദാറ്റ് ഈസ് ദിസ്: ഏത് കാലത്തും കർത്താവിനോട് ഈ സഭ പ്രാർത്ഥിച്ചതുപോലെ, യെരൂശലേമിലുള്ള ദൈവസഭ പ്രാർത്ഥിച്ചത് കണ്ണുനീരോടും നിലവിളിയോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കരച്ചിലിനോടും കൂടി കർത്താവിനോട് അപേക്ഷിച്ചാൽ, ഹല്ലേലൂയ, അവൻ നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. മറ്റൊരാൾക്കത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശരായി മടങ്ങിപ്പോവാതെ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഏതായിരുന്നാലും കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി അനേകരുടെ വിടുതൽ ഇന്ന് രാത്രി കാണുകയാണ്. ഈ അഗാപ്പെ ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസ് ഒരുമിച്ച് കൂടി, പാസ്റ്റേഴ്സ് ഒരുമിച്ച് കൂടി നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ന് അനേക ചങ്ങലകൾ പൊട്ടും. ഹല്ലേലൂയ. അനേക കാരാഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കും. അനേക അപ്പോസ്തലന്മാരെ, അനേക ദൈവമക്കള് ഈ ദിവസങ്ങളായിട്ട് പുറത്തു വരും. പ്രവർത്തനത്തിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പിടിച്ച്
ഇതേവരെയും പുറത്തു വരാൻ കഴിയാതെ മങ്ങിയിരിക്കുന്ന ക്രിസ്തീയ ജീവിതങ്ങൾ, മങ്ങിയിരിക്കുന്ന അവസ്ഥയിലുള്ള ജീവിതങ്ങൾ അവരൊക്കെയും പുറത്തു വരും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഈ ദിവസം ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇതിന് മുമ്പിൽ സഭയ്ക്ക് ഒരു വലിയ വിജയമുണ്ട്. അനേകർ ഈ ദിവസങ്ങളിലായിട്ട് മുമ്പോട്ട് വരുന്ന ഒരു അനുഭവം ഞാൻ ഈ രാത്രി നിങ്ങളോട് സംസാരിക്കട്ടെ. പ്രൈസ് ലോർഡ്. കാര്യങ്ങൾ വേറെ കർത്താവിനെ എന്ന് സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇനിയും ഇതിൻ്റെ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. പ്രൈസ് ദ ലോർഡ്. മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? ഈ ഹേരോദാവ് ഇത്ര വലിയവനാണെന്നൊക്കെ പറഞ്ഞ് യാക്കോബിനെ കൊന്നു, പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. എന്നാൽ പുള്ളിക്കാരൻ വലിയ സ്വാധീനവും കഴിവും പ്രസക്തിയൊക്കെ ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ പത്രോസിനെ വിടുവിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ എല്ലാ മാനവും സ്ഥാനവും എല്ലാം പോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പിടിയും കിട്ടാത്ത രീതിയിൽ പത്രോസിനെ ദൈവം വിടുവിച്ചു. പ്രൈസ് ലോർഡ്. എന്നാൽ അതിനുശേഷം താൻ അവിടുന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. കാരണം അവിടെയും തൻ്റെ സ്ഥാനം വലുതാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തനിക്ക് എന്ത് സംഭവിച്ചു? അതാണ് നമ്മുടെ മൂന്നാമത്തെ വിഷയം. അവിടെയും കർത്താവ് ആണ് രാജാവെന്ന് കാണിക്കുവാൻ വേണ്ടി കർത്താവ് ഒരു കാര്യം ചെയ്തു. പ്രൈസ് ലോർഡ്. ആരെങ്കിലും ഒരാൾ സുജാ സിസ്റ്ററോ ബിൻസിയോ അഞ്ചു ആരെങ്കിലും ഒരാൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന് 20 മുതൽ 23 വാക്യങ്ങൾ വായിച്ചാൽ. അവൻ സൂര്യരുടെയും സീദോന്യരുടെയും നേരെ ക്രൂശിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവൻ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. ദൈവത്തിന് പൈലെ നോക്കിക്കേ, വലിയ പ്രഗത്ഭനായ വ്യക്തി, ഞാൻ ഭയങ്കരനാണ്, ഞാൻ യാക്കോബിനെ കൊന്നു, ഞാൻ അത്ര മഹാനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആഡംബരത്തോടെ ഭദ്രാസനത്തിൽ ഇരുന്ന് ഇവിടെ ജനത്തോട് താൻ സംസാരിക്കുമ്പോൾ അവർ നീ ദൈവമാണ്, നീ മനുഷ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ അവനെ അന്നേരെ അടിച്ച് അവരുടെ മുമ്പിൽ തന്നെ താൻ രോഗിയായി മാറുകയും ദിവസങ്ങൾക്കുള്ളിൽ താൻ മരിക്കുകയും ചെയ്തു. ഈ സത്യം ലോകം മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ലോകം മനസ്സിലാക്കേണ്ട സത്യം? അനേക മന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെയും അവർക്ക് ശക്തിയും കഴിവും വലിയ മിസൈൽ പവറും ന്യൂക്ലിയർ പവറും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ എല്ലാം പവർ ഒന്നുമില്ല ഈ വലിയവനായ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ. അവൻ രാജാതിരാജാവും അവൻ മഹാനുമായ ദൈവമാണ്. അവൻ്റെ മുമ്പിൽ ഒരു ശക്തിയും യാതൊരു വിലയുമില്ല. ഇന്ന് രാത്രി നമ്മൾ ഓർക്കണം, വലിയ പ്രഗത്ഭനായിരുന്ന ഒരു രാജാവായിരുന്നു നെബൂഖദ്നേസർ. തന്നെ പോലെ ആ സമയത്ത് ഒരു രാജാവില്ല എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദാനിയേൽ വരെ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, നിന്നെപ്പോലെ മഹാനായ ഒരു രാജാവില്ല, ദ ഗോൾഡ് ഓഫ് ദാറ്റ് ഇമേജ്. എന്നാൽ എന്ത് സംഭവിച്ചു? ഒരു കാട്ടിലെ പശുവിനെ പോലെ, പശു പുല്ല് തീറ്റുന്നത് പോലെ രാജാവിൻ്റെ ആ പാലസിൽ നിന്ന് അവനെ ഇറക്കി ഒരു പശുവിനെ പോലെ ആ പറമ്പിൽ പുല്ല് തീറ്റിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി തീർന്നു എന്നുവരെ. until he realized that is the God who reigns in heaven, reigns in the lives of all men, and he do what he wants to do. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം മനുഷ്യരുടെ രാജാക്കന്മാരുടെയും ജീവിതത്തിൽ അവൻ അധികാരിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്നിടം വരെ ഈ പുല്ല് തീറ്റിപ്പിച്ചു. ആ ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ കഷ്ടതയിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും ഒക്കെയും കടന്നു പോകുമ്പോഴും ഈ ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള വിഷയം നമ്മൾ മറക്കരുത്. രാജാക്കന്മാരെ പുല്ല് തീറ്റിച്ച ദൈവം, നിമിഷം കൊണ്ട് രാജാക്കന്മാരെ മാറ്റിയ ദൈവം, അനേക സാമ്രാജ്യങ്ങൾ, പിന്നെ ബാബിലോണിയ സാമ്രാജ്യം, മീഡോ പേർഷ്യ സാമ്രാജ്യം, അതുപോലെ തന്നെ ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യം, അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് എംപയർ, ഇതെല്ലാം അടിച്ചു മാറ്റി
താനാണ് രാജാവെന്ന് ലോകത്തിന് കാണിച്ചുകൊണ്ട് ഇന്നും ഇരിക്കുന്ന അധികാരികളുടെ അധികാരിയും രാജാക്കന്മാർ രാജാവും മഹാനായിരിക്കുന്ന ദൈവവുമായിരിക്കുന്നതാണ് യേശു ക്രിസ്തു. ജീസസ് ഈസ് ദ കിങ്. ഹല്ലേലൂയ. നോട്ട് ഹെറോദ് ഈസ് ദ കിങ്, ജീസസ് ഈസ് ദ കിങ്. കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിനിയും നാലാം വിഷയത്തിലേക്ക് വരികയാണ്. The word of God grew and multiplied. Praise the Lord. ദൈവത്തിൻ്റെ വചനം വളർന്നത്. പിന്നെ അഞ്ചു സിസ്റ്റർ അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് രാത്രി നമ്മളെ ശക്തീകരിക്കുന്ന ഒരു വിഷയമാണ് ഇത്. എന്തെല്ലാം വന്നാലും പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സഭയും അത് മേൽക്കുമേൽ വളരും. അത് ഏത് രാജ്യത്തായിരുന്നാലും ഏത് പ്രദേശത്തായിരുന്നാലും എത്ര എതിരുകളുണ്ടെങ്കിലും എത്ര പീഡനങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ഇത് സാമ്പത്തികമായി ഞെരുങ്ങിയാലും ഇതിനെ എല്ലാം മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാണ് ദൈവവചനത്തെ വളർത്തുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാണ് സഭയെ വളർത്തുന്നത്. ഞാനോ നീയോ അല്ല സഭയെ വളർത്തുന്നത്. നമ്മുടെ പണമോ നമ്മുടെ കഴിവോ നമ്മുടെ ഇതൊന്നുമല്ല സഭയെ വളർത്തുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സഭയെ വളർത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസ്ഥാനത്തിൽ താഴ്മയോടെ ഇരിക്കാം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നീയോ ലോകമെമ്പാടും പോയി സുവിശേഷം പറയുക, and make disciples of the nations and baptize them and in the name of the Father, Son and the Holy Spirit, and teach them to observe all things I have commanded you to do. നിങ്ങൾ ഭൂലോകം മുഴുവനും പോയി സുവിശേഷം അറിയിച്ച് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുക. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ എൻ്റെ വചനം അവരെ പഠിപ്പിച്ച് എന്നെപ്പോലെ യേശുവിനെ പോലെ ആകുന്ന സ്വഭാവത്തിലേക്ക് അവരെ മാറ്റുക. അതാണ് നമ്മുടെ ദൗത്യം. ആ കൺവേർഷൻ എല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. നാം അതിൻ്റെ ഒരു വ്യക്തിയായിട്ട് അവൻ്റെ കരങ്ങളിലെ ഒരു ടൂളായിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. പ്രൈസ്. ദൈവവചനം വളരെയധികം വളർന്നു. ഹല്ലേലൂയ. ഈ യാക്കോബ് കൊന്നുവെങ്കിലും പ്രൈസ് ദി ലോർഡ് മറ്റുള്ള അപ്പോസ്തലന്മാർക്കൊക്കെയും പീഡനങ്ങൾ ഉണ്ടായെങ്കിലും പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും ദൈവവചനം പരന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലോക്കൽ സഭകളിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ യെരുശലേമിൽ നടന്ന ഈ സംഭവം നമ്മുടെ ഓരോ ലോക്കൽ സഭകളിലും നടക്കും. അതുകൊണ്ട് ഈ ദിവസം വളരെ ശക്തിയോടെ ദൈവവചനം പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സഭ വളരും. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കിടക്കാം. ദ വേർഡ് ഓഫ് ഗാഡ് ഗ്രൂ ആൻഡ് മൾട്ടിപ്ലൈഡ്. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിൻ്റെ ഒരു വിഷയമായിട്ട് പറയാം. ഈ ദിവസങ്ങളിലായിട്ട് വലിയ അത്ഭുതത്തോടെ നമ്മുടെ മുമ്പിൽ നടക്കും. ലോകം മുഴുവനും ഇളകി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. വളരെയധികം ഭയാനകത്വം ലോകത്തെ വ്യാപിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഓർക്കണം, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവവചനം ഇതാ വളരുകയാണ്. ദൈവത്തിൻ്റെ സഭ വളരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെയും പ്രാദേശിക സഭകൾ ഇതുപോലെ വളരും. പ്രൈസ് ദി ലോർഡ്. കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും പെർസിക്യൂഷനൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രാദേശിക സഭകളിലും ഇതുപോലെ ഒരു പ്രവർത്തനവും ഒരു വളർച്ചയും ഉണ്ടാകുമെന്ന് let me show you this morning and I'm going to conclude this. അതിൻ്റെ അവസാനമായിട്ട് ഇവിടെ 25-ാം വാക്യം സിസ്റ്റർ ബിൻസി വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മാർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ടു മടങ്ങിപ്പോന്നു. അത് ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങിപ്പോന്നു. ഓക്കെ, മതി. താങ്ക് യു. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തോ ആണ് ആ ശുശ്രൂഷ.
Then the disciples, each according to his ability, determined to send relief to the brethren dwelling in Judea. This they also did and sent it to the elders by the hands of Barnabas and Saul. അവിടെ അന്ത്യോക്യയിലെ എടുത്ത ആ ധനശേഖരണം ബർന്നബാസിൻ്റെയും പൗലോസിൻ്റെയും കയ്യിൽ കൊടുത്ത് യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് ഒരു ആശ്വാസമാകാൻ കൊടുത്ത് പ്രവർത്തനം തീർന്നതിന് ശേഷം ആണ് ഈ 12-ാം അധ്യായത്തിലെ ലൂക്കോസ് അതിൻ്റെ കണ്ടിന്യൂറ്റി തുടർച്ച കാണിക്കുകയാണ്. അവരവിടെ പോയെങ്കിൽ മാറിയില്ല, ഇത് അവർ തിരിച്ചു വന്നു. അതാണ് 25-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. And Barnabas and Saul returned from Jerusalem when they had fulfilled their ministry, and they also took with him John whose surname is Mark. അവരെ തിരിച്ചു വരുന്ന ആ സമയത്ത് ഈ മർക്കോസിനെയും, അപ്പോൾ ഈ സുവിശേഷം എഴുതിയ മർക്കോസാണ് ബർന്നബാസിൻ്റെ നെഫ്യൂ ആണ്, പെങ്ങളുടെ മകനാണ്. ആ മാർക്കിനെയും കൂട്ടിക്കൊണ്ട് 3 പേരെ അവർ തിരിച്ച് അന്ത്യോക്യയിലേക്ക് വരികയാണ്. അതെന്തുകൊണ്ടാണ് ഈ ലൂക്കോസ് ഇവിടെ എഴുതിയെന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ലൂക്കോസിൻ്റെ ഉദ്ദേശം സഭ എങ്ങനെ വളരുന്നു എന്ന് ലോകത്തെയും നമ്മളെയും കാണിക്കുകയാണ്. 120 പേരെ കൊണ്ട് തുടങ്ങിയ സഭ പെന്തക്കോസ്ത് നാളിൽ 3000-മായി. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ 5000-മായി. അത് കഴിഞ്ഞപ്പോൾ മൾട്ടിറ്റ്യൂഡായി. പിന്നീട് അത് പറയുമ്പോൾ അനേക ശാസ്ത്രിമാരും പരീശന്മാരും അച്ഛന്മാരും എല്ലാം വന്നതായിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇതാ പുറജാതിയുടെ ഇടയിലേക്ക് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുറജാതിയുടെ ഇടയിലേക്ക് സഭ വളരുന്നു. അതുപോലെ തന്നെ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ സഭയെ പീഡിപ്പിച്ച ആ വ്യക്തിയെ ശൗലിനെ ദൈവം മാനസാന്തരപ്പെടുത്തി അപ്പോസ്തല സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ ഓർക്കണമേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവാണ് ഈ സഭയെല്ലാം വളർത്തുന്നത്. 2 രീതിയിൽ, പുറത്തു നിന്നുള്ള ഉപദ്രവവും അകത്തു നിന്നുള്ള ഉപദ്രവവും. ഏറ്റവും ഭീഷണിയോടെ സഭയെ ഉപദ്രവിച്ച വ്യക്തിയാണ് ശൗലിനെ. അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി സുവിശേഷത്തിൻ്റെ ഏറ്റവും ഒരു വക്താവായിട്ട് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും, ഒരു വ്യക്തി പോലും ചെയ്യാത്ത രീതിയിൽ സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അധികമായി പ്രവർത്തിച്ച അപ്പോസ്തലനായ പൗലോസിനെ പോലെ വേറൊരു വ്യക്തിയില്ല നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ആ രീതിയിൽ ദൈവം ആ വ്യക്തിയെ മാറ്റി. അതിൻ്റെ അപ്പുറമായിട്ട് രാജീയ നേതാക്കന്മാർ അതിൻ്റെ എതിരായിട്ട് നിന്നപ്പോൾ അവരെ മാറ്റിയിട്ട് ഇതാ സുവിശേഷത്തിൻ്റെ വാതിൽ വളരെയധികമായിട്ട് തുറന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അവരെ വഹിച്ചുകൊണ്ട് ഇതാ ആ അന്ത്യോക്യയിലേക്ക് ഈ ബർന്നബാസിനെയും ശൗലിനെയും മർക്കോസിനെയും പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. എന്താണെന്നറിയാമോ? അന്ത്യോക്യ സഭയിൽ നിന്ന് അവർ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഈ ലോകത്തെ മുഴുവനും കീഴ്മേൽ മറിക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ആരംഭമായി ഈ 3 വ്യക്തികളെ ദൈവം അവിടെ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ 13-ാം അധ്യായത്തിൻ്റെ വിഷയം. ആ വിഷയം കൂടെ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. എത്ര മനോഹരമായ ഒരു പഠനമായിരുന്നു ഇതെന്ന് നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറും 120 പേരോടുകൂടി തുടങ്ങിയ സഭ ഭയത്തോടും വറയലോടും കൂടെ എന്ത് സംഭവിക്കുന്നറിയാതെ മാളിക മുറിയിലെ കഥ കടച്ച് പാർത്തിരുന്ന സമയത്ത് പരിശുദ്ധാത്മ ശക്തി വീണ് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സഭ വളർന്ന് ഇതാ ലോകം മുഴുവനും വർദ്ധിക്കുകയാണ്. എത്ര മനോഹരമായൊരു വിഷയമാണ്, എത്ര മനോഹരമായൊരു അനുഭവമാണ്. ഇതെല്ലാം പഠിച്ചതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇതേ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഇതേ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇതുപോലെ നമ്മുടെ ലോക്കൽ സഭകളിലും പ്രദേശങ്ങളിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഞാനും നിങ്ങളും അതിനുവേണ്ടി സമർപ്പിച്ചാൽ വലിയ ഒരു ഉണർവിൻ്റെ ഒരു കാഴ്ച ഇന്ന് രാത്രി ഞാൻ കാണുകയാണ്. ലോകത്തെ മുഴുവനും വീണ്ടും കീഴ്മേൽ മറിക്കാൻ സുവിശേഷം കൊണ്ട് വീണ്ടും കീഴ്മേൽ മറിക്കുന്ന അനുഭവത്തിലേക്ക് സഭ വളരുന്ന ഒരു അനുഭവം നിങ്ങളുടെയും ലോക്കൽ സഭയിൽ ഉണ്ടാകുമെന്ന് ഇന്ന് രാത്രി ഒരു പ്രവചനമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ജാഗ്രതയോടും വളരെ ശ്രദ്ധയോടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ ദിവസങ്ങൾ നമ്മളെ സന്ദർശിക്കട്ടെ. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവരെയും
ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഓർപ്പിച്ചതുപോലെ ഈ മാസം അവസാനം കൊണ്ട് നമ്മുടെ ഈ സെമിസ്റ്റർ തീരുകയാണ്. ദൈവദാസൻ വളരെ അധ്വാനം ചെയ്ത് വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കാണിച്ച എല്ലാ സന്മനസ്സിനും സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം. ദൈവവചനം പഠിക്കുവാൻ കർത്താവ് ഇത്രത്തോളം പേരെ കൂട്ടിവരുത്തി ഇതുവരെയും കർത്താവ് നടത്തിയ സ്നേഹത്തിനായി സ്തോത്രം. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ പഠിച്ച ഈ ദൈവവചനമൊക്കെ കർത്താവെ പ്രാദേശിക സഭകളിൽ അവളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതൊരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കണമേ. കർത്താവിന്റെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. ആ ടുൾസയിലുള്ള ദൈവസഭയ്ക്കായി സ്തോത്രം. തന്റെ കുടുംബത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ. അവിടുത്തെ പ്രവർത്തനത്തെ കർത്താവ് വിസ്താരമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാം കർത്താവ് ചെയ്യുന്നതോടെ തന്റെ വെക്കേഷനൊക്കെ പോകാൻ ആഗ്രഹിച്ചല്ലോ. എന്നാൽ താൽക്കാലികമായി അത് പോസ്റ്റ് പോൺ ചെയ്തു എങ്കിലും ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ് പ്രത്യേകം ഞങ്ങൾ ഏപ്രിൽ 25 നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഗ്രാജുവേഷനായും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇതിൽ കൂടിയ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാവരും കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവരാവോളം പ്രവർത്തിപ്പാൻ ദൈവം അവരെ ബലപ്പെടുത്തണം. സകലമാനവും മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. സാറ് തന്നെ അങ്ങ് ആശീർവാദം പറഞ്ഞാൽ ആശീർവാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടും കൂടെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടെയും ലോകമുള്ള എല്ലാ വിശുദ്ധന്മാരോടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവോളം എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പകൽക്കാലവും നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. നാളെ വീണ്ടും കാണാം. താങ്ക് യു.